റെസിപ്പിയാണ്. അതായത് ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അതായത് എഗ് റൈസ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ചോറൊന്നും കഴിക്കാത്ത കുട്ടികളാകുമ്പോൾ അത് കഴിച്ചോളും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. അതിനു മുന്നേ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് എഗ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. പിന്നെ അതുമല്ല, നമ്മുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികളായാലും അതെ, ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്, പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മോന്. അപ്പോൾ ഇങ്ങനെയൊക്കെ പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചോറൊട്ട ബസ്മതി റൈസൊന്നുമല്ല, സാധാ ചോറ് നമുക്ക് അവരെ കഴിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ മോൻ ചോറ് കഴിക്കും. എപ്പോഴാണെന്നറിയോ, നോൺ വെജ് ഒക്കെ ഉണ്ടെങ്കിൽ അവന് നമ്മൾ പറയാതെ തന്നെ നേരത്തോടെ വന്നതിന് ചോറ് കഴിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. എഗ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതും ഞാൻ സാധാ നമ്മളെ ചോറ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരിയിൽ അല്ലെങ്കിൽ ബസ്മതി റൈസിലൊക്കെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി വെക്കുക, അതൊന്ന് ചൂടാക്കാം. ഫ്ലെയിം ഓൺ ആക്കുക. ഇതിലേക്ക് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇവിടെ നാടൻ രീതിയിൽ, അതായത് കേരള എഗ് റൈസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ശരിക്കും ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർത്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയാണ്. നിങ്ങൾ ചേർക്കുമ്പോൾ നെയ്യ് ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് കൊച്ചുള്ളിയാണ്, അതായത് ചെറിയ ഉള്ളിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവോള ചേർക്കാൻ കുഴപ്പമില്ല. രണ്ട് മുട്ട ചേർക്കാം. ഞാൻ ഒരു കപ്പ്
കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാണ്. കെച്ചപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റാം. അപ്പൊ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. കെച്ചപ്പിന്റെ ടേസ്റ്റ് ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ അവരിത് കഴിച്ചോളും. മുട്ടയും കൂടി ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മളിനി ഇതിലേക്ക് ഒന്നുമില്ല, നമ്മൾ സാധാ ചോറ് ഇതിൽ ചേർക്കാണ്. ഞാനിവിടെ 1 കപ്പ് അളവാണ് പറയണേ. ഇനി നമുക്ക് ചോറ് ചേർക്കാം. ഇത് മുളകും വേണമെങ്കിൽ ഒരു 1 ടീസ്പൂൺ അത് നിങ്ങളൊക്കെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ കേരള എഗ് റൈസ് ഇവിടെ റെഡിയായി. അപ്പൊ ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ അമ്മമാർക്കാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പറ്റുന്ന ഒരു ചോറിന്റെ ഒരു ഐറ്റം ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീട്ടിലായാലും അവരെ ചോറ് കഴിപ്പിക്കാൻ പറ്റിയൊരു സൂത്രപ്പണിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യും. ഞാനും എന്റെ ചെറുപ്പത്തിലൊക്കെ, അതായത് ഞാൻ സ്കൂളും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കും ചില സമയത്ത് ചിലപ്പോൾ കറി ഇഷ്ടപ്പെടാതെയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് കഴിക്കാൻ മടിയായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവം ചെയ്യും. അതായത് ഇതുപോലെ തന്നെ എഗ് റൈസ് ഉണ്ടാക്കും, അതുപോലെ അല്ലെങ്കിൽ മസാല റൈസ് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുകൊണ്ട് നമ്മൾ കഴിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് തൈര് കൂട്ടി കഴിക്കാം. അതായത് വെറുതെ തൈര് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാലഡ് ഉണ്ടാക്കണം, തൈര് സാലഡ്, അത് വേണമെങ്കിൽ കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ കെച്ചപ്പ് തന്നെ കൂട്ടി കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ കുട്ടികൾക്ക് ഇഷ്ടം ഏതാണോ അതിനനുസരിച്ച് ഇവിടെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം. അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എന്റെ ഫീഡ്ബാക്സ് എന്തായാലും അറിയിക്കാം. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാ അമ്മമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുമല്ല, പുതിയ ആൾക്കാരാണ് ഈ വീഡിയോ, അതായത് ഈ ചാനൽ കാണുന്നതെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കാതെ. എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.